പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശ്വാസവും ഉത്കണ്ഠയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. നാം എല്ലാവരും ദൈവത്തിൽ വിശ്വാസമുള്ളവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. നമുക്ക് നിരവധിയായ ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങൾ നിറവേറ്റുവാനായിട്ട് ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നുണ്ട്. അതോ പ്രാർത്ഥിച്ച കാര്യം നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഉടനെ നമ്മൾ ഉത്കണ്ഠാകുലരും നാം പ്രാർത്ഥന നിർത്തുന്നവരും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരും ആയിത്തീരാറുണ്ട്. എല്ലാവരും അല്ലെങ്കിലും കുറേ പേരെങ്കിലും പ്രാർത്ഥന നിർത്താറുണ്ട്. അങ്ങനെയുള്ളവർ നിരാശയിലേക്കാണ് പതിക്കുന്നത്. ഈ നിരാശ കൊണ്ടുവരുന്നത് തിന്മയുടെ ശക്തിയായ സാത്താനാണ്. നമുക്ക് ദൈവത്തിൽ ആഴമുള്ള വിശ്വാസമുണ്ടെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടിയില്ലെങ്കിലും നാം ഒരിക്കലും നിരാശപ്പെടുകയില്ല, ഉത്കണ്ഠാകുലരാകുകയുമില്ല. കാരണം നാം പ്രാർത്ഥിക്കുന്നത് സർവശക്തനായ ദൈവത്തോടാണ്. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന കർത്താവ് തക്ക സമയത്ത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ച് തരും. ആ വിശ്വാസമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഇടപെടലിനായിട്ട് നാം കാത്തിരിക്കണം. 1 പത്രോസ് 5:6 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മെക്കുറിച്ച് ശ്രദ്ധയുള്ള, നമ്മുടെ കാര്യത്തിൽ കരുതലുള്ള, നമ്മോട് കരുണയുള്ള ദൈവത്തിൻ്റെ പക്കലാണ് നാം നമ്മുടെ ഉത്കണ്ഠകളെല്ലാം ഏൽപ്പിക്കേണ്ടത്. ദൈവം അവയെല്ലാം ഏറ്റെടുക്കുകയും സമാധാനവും സന്തോഷവും നമ്മുടെ ഹൃദയത്തിൽ നൽകുകയും ചെയ്യും. നമുക്ക് പറ്റുന്ന പരാജയം നമുക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും നമ്മുടെ ഉത്കണ്ഠകളെല്ലാം നാം സ്വയം ചുമന്നുകൊണ്ട് ഭാരപ്പെട്ട് ആകുലരും ദുഃഖിതരും നിരാശരുമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ദൈവത്തിൽ ആഴമുള്ള വിശ്വാസം ഇല്ല എന്നതാണ് സത്യം. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. മത്തായി 11:28-29 തിരുവചനങ്ങളിലൂടെ യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും ആകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. അപ്പോൾ യേശു പറയുന്നത് നമ്മുടെ ഭാരം മുഴുവൻ യേശുവിനെ ഏൽപ്പിക്കുക, യേശുവിനെ മാതൃകയായി സ്വീകരിക്കുക. യേശുവിൽ നിന്ന് നാം യേശുവിൻ്റെ പഠനങ്ങൾ നാം ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കും. നമ്മുടെ ഉത്കണ്ഠകളും വേദനകളും അധ്വാനങ്ങളും എല്ലാം യേശുവിനെയാണ് ഏൽപ്പിക്കേണ്ടത്. സങ്കീർത്തനം 55:22 നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവത്തിൽ നമ്മുടെ ഭാരം ഏൽപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത്. വിശ്വാസവും പ്രാർത്ഥനയും പ്രതീക്ഷയും നമുക്ക് ഉള്ളിൽ ഉണ്ടായിരിക്കണം. എന്നാൽ പ്രാർത്ഥനയും ആകുലതയും ഒരുമിച്ച് പോവുകയില്ല. ആകുലത ഉള്ളവനെ ദൈവത്തിൽ ആഴത്തിൽ വിശ്വാസമില്ല എന്നതാണ് സത്യം. അപ്പോൾ നാം വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയാണ് ചെയ്യേണ്ടത്. ദൈവം എല്ലാ കാര്യങ്ങളും അറിയുന്നു, എല്ലാ കാര്യങ്ങളും തക്ക സമയത്ത് നമുക്ക് വേണ്ടതെല്ലാം നൽകും എന്നുള്ളത് ഉറപ്പാണ്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടി നമുക്ക് സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ എന്ന് തിരുവചനം ചോദിക്കുകയാണ്. അപ്പോൾ വചനത്തിൽ വിശ്വസിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.